ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നാമജപത്തെ പറ്റിയിട്ട്. നാമജപം എന്തിനു ചെയ്യണം? നാമം ജപിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവത്തിനെ നമ്മൾ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നിരീശ്വരവാദികൾ നമ്മുടെ ഈ രാജ്യത്ത് ധാരാളമായിട്ടുണ്ട്. അവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, നമ്മളും ജീവിക്കുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രദർശനം നടത്തി ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കും ദുരിതങ്ങളും ദോഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിരീശ്വരവാദികൾ, ഈശ്വരൻ ഇല്ല എന്ന് വാദിക്കുന്നവരുടെ ജീവിതത്തിലും സുഖവും സമാധാനവും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഒരു വ്യത്യാസവും ആരും തമ്മിൽ നമ്മൾ കാണുന്നില്ല. പിന്നെ എന്തിന് നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് നാമം ജപിക്കണം? പിന്നെ എന്തിന് നമ്മൾ ഈ മതങ്ങളെപ്പറ്റിയും നമ്മുടെ വിശ്വാസങ്ങളെപ്പറ്റിയും ഈ രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കണം, പഠിക്കണം? കഷ്ടപ്പെട്ട് എന്തിനിരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കണം? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ഈശ്വരനുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വിശ്വാസപ്രകാരം, അതായത് ഹിന്ദുമത വിശ്വാസപ്രകാരം, ഹിന്ദു എന്ന് പറയുന്നത് തന്നെ ആരാണ്? സിന്ധു നദീതട സംസ്കാരത്തിനോട് ചേർന്ന് അവിടെ ആ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ഒരു വിഭാഗം ജനതയാണ് പിന്നീട് ഹിന്ദു എന്ന രീതിയിലേക്ക് വന്നത്. അവർ സ്വീകരിച്ചു പോന്നിരുന്ന അവരുടെ വിശ്വാസം പിന്നീട് അതൊരു വിശ്വാസ പ്രമാണമായി മാറുകയും അതൊരു മതത്തിൻ്റെ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. അതായത് അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ അഭിപ്രായം ഇങ്ങനെയാണ്, ഇങ്ങനെ ജീവിക്കുന്നതാണ് നല്ലത്, ഇന്ന കാര്യങ്ങൾ തെറ്റാണ്, ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതാണ് മതം എന്ന രീതിയിൽ പിന്നീട് വന്നത്. നമ്മുടെ ഹിന്ദുമത വിശ്വാസപ്രകാരം നമ്മളെ ആരും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ നാമം ജപിക്കാം, വേണമെങ്കിൽ ക്ഷേത്രത്തിൽ പോകാം. ഒരിക്കലും നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒരു നിരീശ്വരവാദിയെ കയറ്റാതിരുന്നിട്ടില്ല. നമ്മൾ സ്ഥിരമായി ക്ഷേത്രത്തിൽ ചെന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മതത്തിൽ നിന്നും നമ്മളെ പുറത്താക്കുന്നുമില്ല. ഒരിക്കലും ക്ഷേത്രത്തിൽ കയറാതിരുന്ന ഒരാളുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടക്കണം എന്നുണ്ടെങ്കിൽ ആരും യാതൊരു തടസ്സവും പറയാറുമില്ല. അവർക്ക് അവരുടെ വിവാഹം ആ ക്ഷേത്രത്തിൽ വെച്ച് നടത്താം. നമ്മുടെ വിശ്വാസങ്ങളെ ആർക്കും തള്ളിപ്പറയാം. എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാം. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. അതിലൊന്നും തന്നെ യാതൊരു തെറ്റുമില്ല. അത്രത്തോളം സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു മതമാണ് ഹിന്ദുമതം. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഉദാഹരണമായിട്ട് ഞാൻ തന്നെ സ്ഥിരമായി ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്. എനിക്ക് വേണമെങ്കിൽ പള്ളിയിലും പോകാം, ഞാൻ പോകാറുണ്ട്. ഏതു പള്ളിയിൽ വേണമെങ്കിലും പോകാം. അത് ക്രിസ്തു മതത്തിൻ്റെ ആയിക്കോട്ടെ, മുസ്ലിം മതത്തിൻ്റെ ആയിക്കോട്ടെ. മാതാവിനെ പ്രാർത്ഥിക്കാം. മാതാവിനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അമ്മ മഹാമായയെ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഒരു വല്ലാത്ത ഒരു സംരക്ഷണ വലയം ഉള്ളതുപോലെ തന്നെ എനിക്ക് മാതാവിൻ്റെ ആ തിരുരൂപം കാണുമ്പോൾ തോന്നാറുണ്ട്. എനിക്ക് വിശ്വാസമാണ് എന്നു കരുതി എന്നെ ഒരു ക്ഷേത്രത്തിലും കയറ്റാതിരിക്കില്ല. ഞാൻ അവരുടെ പൂജയിൽ, അവരുടെ കുർബാനയിൽ പങ്കെടുത്തു, അവിടുത്തെ പ്രസാദം കഴിച്ചു എന്ന് കരുതി എനിക്കെൻ്റെ ക്ഷേത്രത്തിൽ കയറുന്നതിന്, എനിക്കെൻ്റെ ഭഗവാനെ കാണുന്നതിന് യാതൊരു തടസ്സവും ആരും തന്നെ ചെയ്യാറുമില്ല. കാരണം അത്രത്തോളം സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനതിൽ അഭിമാനിക്കുന്നു.
നാമം ജപിച്ചില്ല എന്ന് കരുതി എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. പിന്നെ എന്തിന് നാമം ജപിക്കണം? നമ്മൾ ഒരു സാധാരണ ആളുകളാണ്. നമുക്കെപ്പോഴും വലിയ ഒരു മാനസിക ബലമൊന്നും കാണില്ല. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കതൊരു വല്ലാത്ത ആശ്വാസമാണ്, ഒരു ബലമാണ്. നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, നമ്മുടെ കൂടപ്പിറപ്പുകൾ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നൽകുന്ന ഒരു ബലം, അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷേ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ചിലർ വളരെ സ്ട്രോങ് ആണ്. അവർക്ക് ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും, എനിക്കതിൽ യാതൊരു തടസ്സവുമില്ല, ആരുമില്ലാത്തതാണ് എനിക്കിഷ്ടം എന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷെ ചിലർക്ക് ഭയങ്കര ഭയമാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ചില ആളുകൾ, ചില ഭാര്യയും ഭർത്താവുമൊക്കെ അവർ വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നു. ഒരു സമയത്ത് അതിലേതെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയാൽ ചിലരത് താങ്ങും, ചിലരതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകും. പക്ഷെ ചിലർ അതിനെ അതിജീവിക്കുകയില്ല. അവർ പെട്ടെന്ന് തന്നെ അടുത്ത ആളും മരണത്തിലേക്ക് പോകുന്നതായിട്ട്, അതല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മുടെ മാനസികമായ ബലത്തിൻ്റെ പ്രശ്നമാണ്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ചിലരാരും നോക്കാനില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ എന്തു ചെയ്യും? വഴി പിഴച്ചൊക്കെ പോകും. കഞ്ചാവും മയക്കുമരുന്നും മദ്യവും ഒക്കെ ആയിട്ട് ആരും ശ്രദ്ധിക്കാനില്ലെങ്കിൽ ചിലരങ്ങനെയൊക്കെ അങ്ങ് പോകും. പക്ഷെ ചില കുഞ്ഞുങ്ങളോ, അവരാ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വളരെ ശക്തമായി അതിനെയെല്ലാം ചെറുത്തു തോപ്പിച്ച് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ ധൈര്യമായി അതിജീവിച്ച് മുമ്പോട്ട് പോകും. അങ്ങനെ അതിജീവിച്ച് ധൈര്യത്തോടു കൂടി മുമ്പോട്ട് പോകാൻ എന്തു വന്നാലും എനിക്കതിനെ താങ്ങാനുള്ള ഒരു ധൈര്യമുണ്ട് എന്ന് ചങ്കുറപ്പുള്ള ആളുകൾ അമ്പലത്തിൽ പോകണ്ട, അവർ നാമം ജപിക്കണ്ട. പക്ഷേ അതില്ലാത്ത, ഒന്ന് കാറ്റടിച്ചാൽ വീണു പോകുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് നാമജപം വല്ലാത്ത ഒരു ശക്തി നൽകും. കാരണം നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നിരന്തരം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. പ്രായമായ അച്ഛനും അമ്മയും ആ മുറിക്കകത്തുണ്ടെങ്കിൽ നമുക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. അങ്ങനെ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന, ആ സുരക്ഷിതത്വ ബോധം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അവരില്ലാതിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു ഒറ്റപ്പെടൽ, ആരും തനിക്കില്ല എന്ന ഒരു തോന്നൽ, ആ സമയം ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ. ആ സമയം നമ്മൾ ആശ്രയിക്കുന്നത് ആരെയാണ്? ഈശ്വരനെയാണ്. പലപ്പോഴും മനസ്സിന് ശക്തി നഷ്ടപ്പെടുമ്പോഴാണ് ഈശ്വരനെ സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്നത്. അവരുടെ ഒരു ബലമാണ്. ഇപ്പം നമ്മൾ തന്നെ ഒരു ഏകാദശി വ്രതം എടുക്കുന്നു, അതല്ലെങ്കിൽ ഷഷ്ഠി വ്രതം എടുക്കുന്നു. ആ സമയത്ത് നമ്മൾ എന്താണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്? ഭഗവാനെ രക്ഷിക്കണമേ, ആപത്തൊന്നും കൂടാതെ കാത്തു രക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ. അപ്പം നമ്മളൊരു അപേക്ഷ വെക്കുകയാണ്. ഭഗവാനെ, അങ്ങ് ചെയ്തു തന്ന കാര്യങ്ങൾക്കൊക്കെ നന്ദിയുണ്ട്, ഇനി എന്നെ നേർവഴിക്ക് നടത്തേണമേ, ഇനിയും ഭഗവാനിലേക്ക് അടുപ്പിക്കുവാനായി എന്നെ മുമ്പോട്ട് നടത്തേണമേ. ഇങ്ങനെ നമ്മൾ പറയുമ്പം നമ്മളൊരു ആശ്രയമാണ് ചോദിക്കുന്നത്. അതായത് നമുക്കൊരു ബലം, ഒരാളുണ്ട് നമ്മുടെ കൂടെ നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ നമുക്കൊരാളുണ്ട്. ആ ആളിനെ നമുക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്ന മനുഷ്യരാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്കങ്ങനെ ഒരാളുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ജീവിക്കുവാനുള്ള മാനസികമായ കരുത്ത് എനിക്കുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ നാമം ജപിക്കേണ്ട. അങ്ങനെയുള്ള ആളുകളാണ് നിരീശ്വരവാദികൾ.
ചിലർ അമ്മയും അച്ഛനെയും തല്ലിയിട്ട് ഒറ്റയ്ക്ക് പോയി ജീവിക്കും, അവരെ ഇറക്കി വിട്ടിട്ട്. അവർക്കതൊരു വിഷയമേ അല്ല. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അല്ലെ എൻ്റെ കൂടപ്പിറപ്പുങ്ങൾ, അവർക്ക് എന്ത് സംഭവിച്ചാലും, അവർ വഴി കിടന്നാലും, അവർക്കിനി എന്തൊക്കെ ദുരിതമുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെൻ്റെ വിഷയമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. കാരണം എന്താണ്? അവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് വിഷയമല്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ അറിയാം. അത് അവരുടെ മാനസികമായ ഒരു കരുത്താണ്. പക്ഷെ ചിലരോ തൻ്റെ ജോലി വരെ ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യും? തൻ്റെ അച്ഛനെയും അമ്മയും സംരക്ഷിക്കും. ചിലർ അവരുടെ ജീവിതം മുഴുവൻ കൂടപ്പിറപ്പുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും. കാരണം എന്താണ്? അവിടെ ഒരു ആശ്രയമാണ്, ഒരു കൊടുക്കൽ വാങ്ങലുകളാണ്, ഒരു സ്നേഹമാണ്. അതുപോലെയുള്ള ഒരു സ്നേഹമാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ളത്. അങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നന്മ തരും ഭഗവാൻ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് ഒരു ആശ്രയമായി ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നവരാണ് നാമം ജപിക്കുന്നതും ഏകാദശി പോലെയുള്ള വ്രതങ്ങൾ എടുക്കുന്നതും ക്ഷേത്രത്തിൽ പോകുന്നതും ഒക്കെ തന്നെ. അങ്ങനെയില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പഠിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടും, ഞാൻ പഠിച്ചില്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടത്തില്ല. ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ മുമ്പിലേക്ക് ഒരു പശു വന്ന് കയറി, അപ്പോൾ എൻ്റെ വണ്ടി ഒന്ന് മറിഞ്ഞു. അതല്ലെങ്കിൽ ഒരു പട്ടി വന്ന് കയറി, എൻ്റെ വണ്ടി ഒന്ന് മറിഞ്ഞു. അത് അങ്ങനെയൊക്കെ സംഭവിക്കും, അടുത്ത തവണ പരീക്ഷ എഴുതാം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചിന്തിക്കും? ഞാൻ എന്ത് ചിന്തിക്കും? ഭഗവാനെ, എന്തോ ഒരു ഗുരുത്വദോഷമാണല്ലോ വന്നിരിക്കുന്നത് എന്നാലോചിക്കുമ്പോഴായിരിക്കും ഞാനൊന്ന് തിരിഞ്ഞാലോചിക്കും. ശരിയാണ്, ഞാൻ എൻ്റെ അധ്യാപകനോട് അതല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളോട് ഒരു ഗുരുത്വദോഷ വർത്തമാനം പറഞ്ഞു, അതിൻ്റെ ഫലമായിരിക്കും എനിക്കിന്ന് പരീക്ഷ എഴുതാൻ സാധിക്കാതിരുന്നത്, ഞാൻ പഠിച്ചിട്ടും എന്ന് ഞാൻ ചിന്തിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ചെന്നെൻ്റെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ക്ഷമ പറയും, വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് നോക്കും. ഇവിടെയാണ് മതങ്ങളുടെയും മതഗ്രന്ഥങ്ങളുടെയും സ്വാധീനം നമ്മിൽ വരുത്തുന്നത്. പക്ഷേ അതല്ലാത്ത ഒരു മനുഷ്യൻ ഇതൊക്കെ സ്വാഭാവികം എന്ന് കരുതി പോകും. നാളെ ചിലപ്പോൾ അവൻ വീണ്ടും എന്ത് ചെയ്യും? ഈ അധ്യാപകനെ ചീത്ത വിളിക്കും, മാതാപിതാക്കളെ വെളിയിലിറക്കി വിട്ടെന്ന് വരാം. കാരണം അവനതിൽ കുറ്റബോധം തോന്നാതിരിക്കാം. പക്ഷെ തോന്നണമെങ്കിൽ എന്തോ ഒരു കുഴപ്പം, എന്തോ ഒരു ദോഷമുണ്ടായിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വരണം. ആ ദോഷം എന്ന പദം പോലും വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു നിരീശ്വരവാദിക്ക് ദോഷവും അല്ലെങ്കിൽ ദോഷമില്ലായ്മയും ഒക്കെ ഉണ്ടോ? ഇല്ല. അവൻ്റെ മുമ്പിൽ ശരിയും തെറ്റും മാത്രമേ ഉള്ളൂ. അധ്യാപകൻ അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് അവൻ നോക്കുമ്പോൾ ആ അധ്യാപകൻ തെറ്റു ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ ആ അധ്യാപകനെ ചീത്ത വിളിച്ചത്. നമ്മൾ കണ്ടില്ലേ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോളേജിൽ അധ്യാപികയെ മണിക്കൂറുകൾ മുറിയിലിട്ട് പൂട്ടി. എന്തിനങ്ങനെ ചെയ്തു? അവർക്ക് ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകാൻ പോലും അവർക്ക് അവസരം കൊടുത്തില്ല. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിന് എത്ര കട്ടിയുണ്ടാകും? എനിക്കത് സാധിക്കുമോ? നിങ്ങൾക്കത് സാധിക്കുമോ? നിങ്ങൾ എന്ത് ചിന്തിക്കും ആ സമയത്ത്? ദൈവമേ, തെറ്റു ചെയ്താലും അവർ ഞങ്ങളോട് ക്രൂരത ചെയ്ത് കാണും, പക്ഷേ ആ ക്രൂരതയ്ക്കുള്ള ഫലം ഈശ്വരൻ അവർക്ക് കൊടുത്തോളും. ഒരു സ്ത്രീയാണ് അവരെ മുറിയിലിട്ട് പൂട്ടാൻ പാടില്ല, എൻ്റെ അമ്മയും ഒരു സ്ത്രീയാണ് എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ എന്തു വേണം? ചില വിശ്വാസങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ഹിന്ദുമത വിശ്വാസപ്രകാരം ഒരുപാട് അബദ്ധധാരണകൾ നമുക്കുണ്ടായിരുന്നു. ആ അബദ്ധധാരണകളെല്ലാം തന്നെ നമ്മൾ പരിഷ്കരിച്ച് ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളെ വിമർശിക്കുവാനുള്ള എല്ലാ അധികാരങ്ങളും തന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളെ വിമർശിച്ചു എന്ന് കരുതി നമ്മളോട് ആരും ഒരു ഗുസ്തിക്കും വരത്തില്ല. മഹാഭാരതമായിക്കോട്ടെ, രാമായണമായിക്കോട്ടെ, അതൊക്കെ ഇതിഹാസങ്ങളാണ്, കഥകളാണ്. സത്യവും, അതായത് യാഥാർത്ഥ്യവും
കുറച്ച് ഫിക്ഷനും ഒക്കെ ചേർത്തിട്ടാണ് ഈ കഥകളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിനെ അതിൻ്റേതായ രീതിയിൽ കാണാനുള്ള പക്വതയൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഭഗവാൻ ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ ആ ഒരു സാമൂഹിക വ്യവസ്ഥിതിക്കനുസരിച്ചിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞത്. അതിലെ പല കാര്യങ്ങളും അതേപോലെ എടുത്ത് നമുക്ക് ഇന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്താണ് അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്? ഭഗവാൻ ആ വാചകങ്ങളിലൂടെ, ആ ശ്ലോകങ്ങളിലൂടെ, ആ വാക്യങ്ങളിലൂടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ്, അത് ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, പോയി യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് നമ്മളെല്ലാവരും യുദ്ധം ചെയ്യാൻ പോകാനാണോ ഭഗവാൻ പറഞ്ഞത്? അല്ല. ഭഗവാൻ എന്താണ് അർജുനനോട് പറഞ്ഞത്? നീ ക്ഷത്രിയനാണ്, നിന്റെ മുമ്പിൽ ഇപ്പോൾ എന്താണ് വന്നു നിൽക്കുന്നത്? യുദ്ധം ചെയ്യുക എന്ന നിന്റെ ധർമ്മമാണ് വന്നു നിൽക്കുന്നത്. ആ ധർമ്മം നീ ചെയ്യുക, നിന്റെ കർമ്മം നീ ചെയ്യുക. വീണ്ടും ഭഗവാൻ പറയുന്നുണ്ട്, നിന്റെ കർമ്മം നീ ചെയ്യുക. അർജുനൻ്റെ കർമ്മമാണ് പറയുന്നത്, അർജുനനോടാണ് പറയുന്നത്. അല്ലാതെ പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണനോടല്ല അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ആരോടാണ്? യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നു നിൽക്കുന്ന പട്ടാളക്കാരനോടാണ്. ഇന്ന് നമ്മുടെ അതിർത്തിയിൽ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന പട്ടാളക്കാരൻ, എനിക്ക് പറ്റില്ല മനുഷ്യരെ കൊല്ലാൻ, ഇവരെല്ലാവരും മനുഷ്യരല്ലേ, എൻ്റെ സഹോദരന്മാരല്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ അവർക്ക് സാധിക്കുമോ? ചിലപ്പോൾ എതിർ രാജ്യത്തിന് വേണ്ടി, ശത്രു രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ, തന്നോട് യുദ്ധം ചെയ്യാനായി വന്നു നിൽക്കുന്നത് ചിലപ്പോൾ യുദ്ധസമയത്ത് വെച്ചായിരിക്കാം, യുദ്ധഭൂമിയിൽ വെച്ചായിരിക്കാം ആ പട്ടാളക്കാരന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൻ തൻ്റെ ബന്ധുവായിരുന്നുവെന്ന്. പക്ഷേ ആ പട്ടാളക്കാരൻ തൻ്റെ ബന്ധുവായതുകൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറി വരികയാണോ വേണ്ടത്? അല്ല. അവിടെ രാജ്യമാണ് പ്രധാനം, അവൻ്റെ കർമ്മമാണ് പ്രധാനം, അവനത് ചെയ്യുക. യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്ന അർജുനനോടാണ് ഭഗവാൻ അത് പറഞ്ഞത്. നമ്മളോട് പറയുന്നത് എന്താണ്? നീ നിന്റെ ജോലി ചെയ്യുക. ഒരു വിദ്യാർത്ഥിയോട് ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നീ പഠിക്കുക, നീ നിന്റെ അധ്യാപകരെ ബഹുമാനിക്കുക, നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കുക, നീ സമൂഹത്തിൽ നല്ല ഒരു വിദ്യാർത്ഥിയായിരിക്കുക. ഒരു ഭരണാധിപനോട് ഭഗവാൻ എന്താണ് പറയുന്നത്? അങ്ങനെ ഓരോരുത്തരോടും ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത്. ഓരോരുത്തരെയും എടുത്തെടുത്ത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. കർമ്മം ചെയ്യാൻ ഭഗവാൻ പറയുന്നുണ്ട്. അതിനകത്തു നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, ഭഗവാൻ ജോലി ചെയ്യാൻ, അവനവൻ അനുവദിച്ചു തന്നിട്ടുള്ള ജോലി ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും നമുക്കുണ്ടാകണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സനാതനധർമ്മത്തിൽ ഉണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി ആരും എൻ്റെ കഴുത്ത് വെട്ടാൻ വരില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു നിരീശ്വരവാദി വന്ന് നിങ്ങളോട് എന്തിന് ഈശ്വരനെ പ്രാർത്ഥിക്കണം, എന്തിന് നാമം ജപിക്കണം, ഭ്രാന്താണ് രാവിലെ മുതൽ നാമം ജപിക്കുന്നത്, വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് നാമം ജപിക്കുന്നു, നിനക്ക് ഭക്തിഭ്രാന്തായി എന്ന് പറയുന്ന മനുഷ്യരോട് നമ്മൾ പറയേണ്ടുന്നത് എന്താണ്? എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ മനസ്സിന് കുറച്ചും കൂടി ശക്തി നൽകുന്നതിന് വേണ്ടിയിട്ടാണ്, എനിക്കൊരു ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറയുക. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾ നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരിക്കുകയും ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഒരു സുരക്ഷിതത്വ ബോധം ലഭിക്കും. എന്തു വന്നാലും തളരാതെ ഇരിക്കാനുള്ള ഒരു മാനസികമായ കരുത്ത് നമുക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യും. അതാണ് പ്രകൃതി, അതാണ് പ്രകൃതിയുടെ ശക്തി, ആ ഊർജം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നത്. നാമജപം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു ശക്തി നൽകും. നാമം ജപിച്ചുകൊണ്ടും വ്രതം എടുത്തുകൊണ്ടും ഇരിക്കുന്ന ഒരാളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടും. പല രോഗങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. മാനസികമായ കരുത്ത് നമുക്ക് നൽകും. എന്തു വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകും. അതാണല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ട്
നിരന്തരം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനെ ആശ്രയിക്കുക. എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളോടാണ് പറയുന്നത്. അതല്ല, എന്തു വന്നാലും അതിനെ നേരിടാനുള്ള ഒരു ശക്തി എനിക്കുണ്ട്, ആരുടെയും ആശ്രയം എനിക്ക് വേണ്ട. അങ്ങനെ നല്ല ഒരു മനസ്സിന് ബലമുള്ള ഒരാൾക്ക് നാമജപത്തിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. അല്ലാതെ തന്നെ വളരെ മനോഹരമായി ചിന്തിക്കുവാനും ജീവിക്കുവാനും ഒക്കെയുള്ള ശേഷി അയാൾക്കുണ്ടാകും. അങ്ങനെ അയാളും ആ വഴിക്ക് പോകട്ടെ. പക്ഷേ പല നിരീശ്വരവാദികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ആരോഗ്യമുള്ള സമയത്ത് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ ഒരു ബഹളമൊക്കെ വെച്ച് നടക്കും. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ, അവരുടെ ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു പ്രശ്നം വരുമ്പോൾ, അതല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് കുറയുന്ന സമയത്ത് പതിയേനെ അവർ ഈശ്വരനെയൊക്കെ ഒന്ന് ആശ്രയിക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോഴെന്താണ് അതിൻ്റെ അർത്ഥം? അവരുടെ ആ മാനസികമായ ശാരീരികപരമായ ബലം കുറഞ്ഞിരിക്കുന്നു. ആ സമയത്ത് അവർക്ക് ഒരാളെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നു. ആ സമയം ചിലപ്പോൾ ഒളിച്ചും പാത്തുമൊക്കെ അവരെന്തു ചെയ്യും? ക്ഷേത്രത്തിൽ പോകും, ജ്യോത്സ്യനെ കാണും, നാമം ജപിക്കും. അങ്ങനെയും നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തു വേണം എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നെപ്പോലെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ നാമജപം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. എങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. വൈശാഖമാസത്തിൽ ഭാഗവതം നമ്മൾ കഥാരൂപത്തിൽ പറയാനായിട്ട് തുടങ്ങുകയാണ്. എല്ലാവരും അത് കേൾക്കണം. ഭഗവാന്റെ കഥകൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു ആനന്ദം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമജപം ശീലമാക്കുക. ഹരേ കൃഷ്ണ.